നമസ്കാരം സുഹൃത്തുക്കളെ. പഹൽഗാമിൽ സിന്ദൂരം മാഞ്ഞ ഇന്ത്യൻ സഹോദരിമാർക്ക് പ്രതികാരം ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ വായുസേന. പാകിസ്ഥാന്റെ 9 കേന്ദ്രങ്ങളിലേക്കാണ് വായുസേന ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ പുറത്തു വന്നിരിക്കുന്നു. വിവരങ്ങളൊക്കെ എല്ലാ സുഹൃത്തുക്കളും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഇന്ത്യ ഏതൊക്കെ വെപ്പൺസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യ ഏതൊക്കെ തരത്തിലുള്ള മിസൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാരതീയരും അറിഞ്ഞേ പറ്റൂ. കാരണം നമ്മുടെ കരുത്ത് എന്താണ് നമ്മൾ അറിഞ്ഞേ പറ്റൂ. 2019 പുൽവാമയ്ക്ക് ശേഷം നമ്മൾ അറിഞ്ഞാണ് നമ്മുടെ MiG-21 ബൈസൺ ജെറ്റിനെ F-16 ഡോഗ് ഫൈറ്റിൽ അടിച്ചിടുന്നതും അഭിനന്ദൻ അവിടെ പോയ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അതിനുശേഷം മോഡി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇത് റഫേൽ ആയിരുന്നെങ്കിൽ കഥ മാറിയേനെ. ഈ പറയുന്ന ഡോഗ് ഫൈറ്റിൽ കഥ മാറിയേനെ. ഇന്നും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നും പാകിസ്ഥാൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ഹൗ ഈസ് എ ചായ് എന്ന് പറയുന്നത്. അതായത് അഭിനന്ദന് ചായ കൊടുത്ത് തിരിച്ചു വിട്ടു എന്ന് പറയുന്നത് ഈ ഓൺലൈൻ മാധ്യമങ്ങളെ കളിയാക്കുന്നു. ഫൊഗറ്റ് അബൌട്ട് ഇറ്റ്. 2025 ഇന്ത്യ കഥ മാറിയിരിക്കുകയാണ്. ഇന്ത്യ യൂസ് ചെയ്തിരിക്കുന്നത് റഫേലാണ്. രാജസ്ഥാനിലെ അംബാല എയർസ്പേസ് എന്നാണ് റഫേൽ ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. ഇപ്പോഴത്തെ അറിവിൽ ഇന്ത്യ ഇതുവരെ ബ്രീച്ച് ചെയ്തിട്ടില്ല LOC. ഇന്ത്യയുടെ എയർസ്പേസിനകത്ത് നിന്നുകൊണ്ട് റഫേൽ മൗണ്ട് ചെയ്തിരിക്കുന്ന സ്റ്റോം എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഫ്രാൻസ് കൊളാബറേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്ന മിസൈലാണ് യൂസ് ചെയ്യുന്നത്. എയർ ടു സർഫേസ് മിസൈൽ. അതായത് 1300 കിലോഗ്രാമേ ഉള്ളൂ ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. 250 കിലോമീറ്റർ പറക്കാം. അതായത് ടെർബോ ജെറ്റ് ഉണ്ട് ഇൻബിൽഡ്. അതായത് പ്രിസഷൻ, അതായത് ഫയർ ആൻഡ് ഫോർഗെറ്റ് ആണ്. നമ്മളത് ജിയോ കോർഡിനേറ്റ്സ് എന്നൊരു പ്രീ പ്ലാൻ ചെയ്യുന്നു. നമ്മളൊരു കേന്ദ്രം തിരഞ്ഞെടുക്കുകയാണ്. ഒരു പക്ഷേ ഒരു നാവികസേന കേന്ദ്രമായിരിക്കാം, അല്ലെങ്കിൽ കപ്പലായിരിക്കാം, അല്ലെങ്കിൽ സബ്മറീൻ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുന്നു, നമ്മൾ മൗണ്ട് ചെയ്യുന്നു റഫേലിലേക്ക്. ഇവിടെ കുറച്ച് കാര്യം പറയാനുണ്ട്. റഫേലിലും ചില എയർക്രാഫ്റ്റുകൾ മാത്രമാണ് ഇത് മൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ പറയുന്ന ഇതാണ് ഇതിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. F-35 വാങ്ങിച്ചു കഴിഞ്ഞാൽ F-35മായി അനുബന്ധമുള്ള ഈ പറയുന്ന യുദ്ധ ഉപകരണങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന റഫേൽ, ടൈഫൂൺ, ജർമ്മൻ മെയ്ഡ്, അങ്ങനെ 5-6 എയർക്രാഫ്റ്റിൽ മാത്രമേ ഈ പറയുന്ന സാധനം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. F-35 ഈ പറയുന്ന നമ്മുടെ സ്റ്റോം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്കാൽപ്പ് ഫ്രഞ്ചുകാർ വിളിക്കും. ഈ പറയുന്ന ബ്രിട്ടീഷുകാരും സ്റ്റോം എന്ന് വിളിക്കും. ഇവരെ കൊളാബറേഷനിൽ നേടാൻ 2032 വരെ സർവീസിലുണ്ട്. ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇറ്റലി, ഫ്രാൻസ്, അതോടൊപ്പം തന്നെ ജർമ്മനി, ബ്രിട്ടീഷ് കൊളാബറേഷനിൽ ഹൈ വേർഷൻ മിസൈൽ ജെറ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, ഇതിന് ടെസ്റ്റിംഗ് ഒരുപാട് നടത്തിയതാണിത്. ഇത് റഷ്യയുടെ ഭേദിസ്വപ്നമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. നമ്മൾ ഈ ചാനലിലൊക്കെ എപ്പോഴും കാണുന്നതാണ്. റഷ്യൻ നാവികസേന കപ്പലുകൾ അല്ലെങ്കിൽ മുങ്ങിക്കപ്പൽ തകർത്തു. ഇവനാണ് ഇതിൻ്റെ പുറകിൽ മുഴുവൻ. ഈ പറയുന്ന ഇതിൻ്റെ ഹൈ കേപ്പബിലിറ്റി ഉള്ള സ്റ്റോം മിസൈൽസ് ഉക്രൈന് കൊടുത്ത് ടെസ്റ്റിംഗ് നടത്തുകയാണ് ഈ പറയുന്ന ഫ്രാൻസും, അതോടൊപ്പം തന്നെ നമ്മുടെ അമേരിക്കയല്ല, ബ്രിട്ടീഷും. അതായത് ഇതിൻ്റെ സീറോ എറർ ടെസ്റ്റ് ചെയ്ത് ഇതിനെ സൂപ്പറാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ഇതിനെ അതായത് ന്യൂസ് പ്രകാരം പറയുന്ന ലോ വളരെ പതുക്കെ സൈലന്റ് ആയിട്ട് ബങ്കർ ബേസ്റ്റ് ചെയ്യും. അതായത് എന്ത് ബങ്കറോ അല്ലെങ്കിൽ മണ്ണോ ബേസ്റ്റ് ചെയ്ത് വന്ന് ഡിറ്റൊനേഷൻ വളരെ പതുക്കിയായിരിക്കും. ഇതിനകത്ത് ഫ്യൂസും ഡിറ്റൊനേഷൻ പതുക്കിയാക്കാനായിട്ട്, ഡിലേ ചെയ്തു മാക്സിമം ഡാമേജും. ഇവരാണ് ഈ പറയുന്ന 9 ലൊക്കേഷനിലേക്ക് പോയിരിക്കുന്നത്. ഇന്ത്യക്ക് എന്ന് കിട്ടി നമുക്ക് വ്യക്തമായ ധാരണയില്ല. പക്ഷേ റഫേൽ 2019 മറ്റോ വന്നിരുന്നത്. റഫേലുമായി ബന്ധപ്പെട്ട ആ സമയത്തായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ ഈ പറയുന്ന സ്റ്റോം മിസൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയെന്ന് പറയാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്, ഇതിൽ അമേരിക്കയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ട്, ഗെയിം ഉണ്ട്. അതായത് ഈ പറയുന്ന സ്റ്റോം മിസൈൽസ് ആർക്ക് വിൽക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കും. കാരണം അമേരിക്കയുടെ ജിയോ കോർഡിനേറ്റ് ഡേറ്റ, ക്ലാസിഫൈഡ് ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന മിസൈൽസിനെ നമ്മൾ ഒരു ലക്ഷ്യം കണക്കാക്കി വിടുമ്പോൾ അത് എവിടെ പോയി പതിക്കണം, പ്രിസഷൻ തീരുമാനിക്കുന്ന അമേരിക്കൻ ക്ലാസിഫൈഡ് ഡേറ്റയാണ്. അതായത് ജിയോ കോർഡിനേറ്റ്സ് അമേരിക്ക തീരുമാനിക്കും. അതായത് അമേരിക്കയിലാണ് ഈ പറഞ്ഞ ഡേറ്റ ഉള്ളൂ. അത് അവരുടെ ഒരു പവറാണത്. അപ്പോൾ അവർക്ക് വീറ്റോ ചെയ്യാൻ പറ്റും ആർക്ക് കൊടുക്കണം വേണ്ടോ എന്ന്. ഇടയ്ക്ക് ഈ പറഞ്ഞ ജർമ്മനിയും അതോടൊപ്പം തന്നെ ഈ ഫ്രാൻസും ഇതിനെ ഒന്ന് ബൈപ്പാസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല അവർക്ക്. ഇപ്പോഴും ഇതായത് പ്രിസഷൻ കിട്ടണമെങ്കിൽ, ലൊക്കേഷൻ കറക്റ്റായി പതിക്കണമെങ്കിൽ അമേരിക്കൻ സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. നമുക്കിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അമേരിക്കയുടെ അറിവോട് കൂടി ആയിരിക്കണം ഒരു പക്ഷേ. കാരണം ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് മദ്രസ ഒരു സ്ഥലത്ത്, പിന്നെ ജനവാസ കേന്ദ്രം, അപ്പോൾ മിനിമൈസ് ചെയ്യാൻ, അതായത് സിവിലിയൻസിന്റെ കാഷ്വാലിറ്റി മിനിമൈസ് ചെയ്യാൻ ഒരുപക്ഷെ അമേരിക്കയുടെ സഹായം ഒരുപക്ഷെ തേടിയിട്ടുണ്ടായിരിക്കാം ഇന്ത്യ ഒരുപക്ഷെ. അല്ലെങ്കിൽ ഇത്രയും കറക്റ്റായിട്ട് ഈ അജ്മൽ കസബിനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ച ഈ പറയുന്ന ലക്ഷറി തോയ്ബയുടെ തലസ്ഥാനമായിട്ടുള്ള ഈ പറയുന്ന കേന്ദ്രത്തിലേക്ക് പതിക്കണമെങ്കിൽ സഹായം കിട്ടിയായിരിക്കാം. പക്ഷെ ഏതോ വേ ഇന്ത്യ ഇസ് ഇൻ എ ഗുഡ് പൊസിഷൻ. ഇനിയിപ്പോൾ എന്തായാലും
ഈ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ചിന്തിക്കുമായിരിക്കും ഈ പറയുന്ന പാകിസ്ഥാനിൽ എയർ ഡിഫൻസ് ഒന്നും മണ്ണാങ്കട്ടിയൊന്നും ഇല്ലെന്ന്. ഇന്ത്യയുടെ കയ്യിൽ S-400 ഉണ്ട്, പിന്നെ പാട്രിയോട്ട് ഉണ്ട്, അയൺ ഡോം ഒക്കെ പോലെ തന്നെ. ഇവർ യൂസ് ചെയ്യുന്ന നമ്മുടെ അറിവിൽ ചൈനീസ് എയർ ഡിഫൻസ് ആണ്. അതിനൊന്നും ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് അംബാലയിൽ നിന്ന് പൊങ്കി ഏകദേശം 100 അല്ലെങ്കിൽ 150 കിലോമീറ്റർ അകലെ വെച്ചായിരിക്കാം ഇവർ തൊടുത്തു വിട്ടിരിക്കുക, ഒരു പക്ഷേ പാകിസ്ഥാന്റെ മണ്ണിൽ ലക്ഷ്യമാക്കിയിട്ട്. അവരുടെ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ്ലി തകർന്നു പോയിരിക്കുകയാണ്. വെറും വീരവാദം മാത്രമേ ഉള്ളൂ. ഏതുവേ ഇന്ത്യ തയ്യാറായിരിക്കുകയാണ്. ഇന്ത്യയുടെ ആന്റി മിസൈൽ സിസ്റ്റം ആയിട്ടുള്ള S-400 റഷ്യയുടെയാണ്. 2018 പുടിൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഒപ്പിട്ടിരുന്നത്. പാട്രിയോട്ട് വാങ്ങാൻ വേണ്ടി അമേരിക്ക ഒരുപാട് പ്രഷർ ചെലുത്തുന്നുണ്ട്. പക്ഷേ S-400 വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ്. അത് ഇന്ത്യൻ ബോർഡറിൽ ചൈനയും പാകിസ്ഥാനെയും കരുതി വിന്യസിച്ചിരിക്കുകയാണ്. വരും സമയങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. എന്തായാലും എല്ലാ ഭാരതീയനും അറിഞ്ഞിരിക്കണം നമ്മൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനെതിരായിട്ട്.